അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ ദുന്യാവിനെ കളിക്കളമാക്കി മാറ്റിയ ഇന്നത്തെ ആധുനിക യുവസമൂഹം എന്ന് പറയാൻ പറ്റൂല. എല്ലാവരും നല്ലൊരു ശതമാനം വയസ്സന്മാരടക്കം ദുന്യാവിനെ കളിക്കളമാക്കി മാറ്റിയ, ദുന്യാവ് കളിക്കാനുള്ള സ്ഥലമാണോ? അങ്ങനത്തെ ഒരു ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പ്രഭാഷണമാണ് കേട്ടോ നമ്മളെ നൈമിയുടെ. നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ലോണം പ്രചരിപ്പിക്കണം. യുവസമൂഹം കേൾക്കാവുന്ന നിലയിൽ ഷെയർ ചെയ്യണം. കട്ടൗട്ടുകൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. അർജന്റീനയുടെ, അതുപോലെ ഫ്രാൻസിൻ്റെ, ഇംഗ്ലണ്ടിൻ്റെ. ആരൊക്കെ അവർ? നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പണ്ട് നമ്മളെ ഇവിടെ അടക്കി ഭരിച്ച് അവൻ്റെ ബൂട്ട്സിനുള്ളിൽ ചവിട്ടി മെതിച്ച് നമ്മുടെ കോഹിനൂർ രക്തം വരെ അടിച്ചുകൊണ്ട് പോയവന്മാരാണ് ഇംഗ്ലണ്ടുകാർ. ഇപ്പോൾ അവൻ്റെ കൊടിയാണ് നമ്മൾ പോകുമ്പോൾ കാണുന്ന എല്ലായിടത്തും. ചെറുപ്പക്കാരായ പിള്ളേർ ആവേശത്തോടെ ഇങ്ങനെ കളിക്കുകയാണ്. നല്ല പൈസക്കാരായ വാപ്പമാരോ എല്ലാത്തിനും പിന്തുണ കൊടുക്കുകയാണ്. ഈ ഗതിയില്ലാത്തവരാരും ഈ പണിക്ക് നിൽക്കില്ല. നല്ല പൈസയും സെറ്റപ്പും വീട്ടിൽ സമാധാനത്തോടെ ഇരുന്ന് ടി വി ഇങ്ങനെ കണ്ട് മണിക്കൂറുകളോളം ചെലവഴിക്കാൻ പറ്റുന്നൊരു മാനസിക സ്ഥിതിയുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ പിന്നിൽ നിൽക്കുന്നത്, അതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ ഒരു രോഗിയായ മനുഷ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ആളിന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഈ മണിക്കൂറുകളോളം ഫുട്ബോൾ കണ്ടിരിക്കാൻ പറ്റുമോ? ഏതോ ഒരുത്തൻ എവിടോ ജയിച്ചു, അതിൻ്റെ പേരിൽ കതിന പൊട്ടിക്കുന്നു, തെരുവിലൂടെ മുദ്രാവാക്യം വിളിക്കുന്നു, ഫ്ലക്സ് അടിക്കുന്നു, തെരുവിലൂടെ ഘോഷയാത്ര നടത്തുന്നു, അവൻ്റെ പേരും വിളിച്ച്. അർജന്റീനയുടെ പേരിൽ മുദ്രാവാക്യം, മെസ്സിയുടെ പേരിൽ, എൻപാപ്പയുടെ പേരിൽ, റൊണാൾഡോയുടെ പേരിൽ മുദ്രാവാക്യം വിളിക്കുന്നു. അവൻ ആരാ? ഉപ്പാപ്പായോ മൂത്താപ്പായോ മാമായോ ആരെങ്കിലും ആണോ? ആരുമല്ല, ഏതോ ഒരു നാട്ടിലെ ഏതോ ഒരുത്തൻ. മാത്രമല്ല, ഇവന്മാരിൽ ചില ആളുകൾ ലോകത്ത് ഫലസ്തീനൊപ്പം മുഴുവൻ ലോകം നിന്നു. ഇസ്രയേലുകാരൻ ഫലസ്തീനികളായ ആളുകളെ ചുട്ടരിച്ചു കൊന്നപ്പോൾ ലോകം മുഴുവനും ഇസ്രയേലിനെതിരായി നിന്നു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ നെഞ്ചിലേറ്റുന്ന പല രാജ്യങ്ങളും ഇസ്രയേലിനൊപ്പം ഫലസ്തീൻ മക്കളെ ചുട്ടരിച്ചു കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നു. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ അവൻ്റെ മോഡലിലാണ് തല മുടി വെട്ടുക, ടീഷർട്ട് അടിച്ച് അവൻ്റെ മോഡലിൽ മെസ്സി എന്ന് പറഞ്ഞു അല്ലാഹു അക്ബർ പള്ളിയൊന്ന്, അവൻ്റെ ബാക്കിൽ മെസ്സി. അവൻ സുജൂദിൽ പോകുമ്പോൾ അവൻ്റെ അന്താരാഷ്ട്രവും ബംഗ്ലാദേശും ആന്ധ്രാപ്രദേശും ഒക്കെ കാണും പിറകെ നിൽക്കുന്നവന്മാർ. പള്ളിയിൽ വരുമ്പോൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വരണം. ഒരു പഞ്ചായത്ത് മെമ്പറെ കാണാൻ പോയാൽ എങ്ങനെയാണ് പോവുക? ഈ കുട്ടി ഷർട്ട് ഇട്ട് ഈ നിക്കർ ഇട്ടുകൊണ്ട് പോവോ? ഒരു പഞ്ചായത്ത് മെമ്പറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ ഡിസിപ്ലിനും ഡീസൻസിയും സ്റ്റാൻഡേർഡും മര്യാദയും ഇല്ലാതെ പടച്ചവൻ്റെ പള്ളിയിലേക്ക് മക്കളെ പറഞ്ഞു വിടരുത്. നമ്മൾ പോകുമ്പോഴും ഇതാരെ കാണാനാ? ആരുമായി മുനാജാത്ത് നടത്താനാണ് നമ്മൾ പോണത്? നമുക്ക് കണ്ണു തന്നവൻ, കാതു തന്നവൻ, കൽബു തന്നവൻ. കളിക്കാനുള്ളതാണ് ദുനിയാവ്. ദുനിയാവ് കളിക്കാനുള്ളതല്ല. ദുനിയാവിൽ ഈ കളികളെല്ലാം അവസാനിക്കും. ഇവിടെ ഖബറിലേക്ക് യാത്ര ചെയ്തു പോകേണ്ടി വരും. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. നിത്യവും കൂട്ടലെത്ര കിഴിക്കലെത്ര നീ നടത്തി, കറുപ്പ് നീ വെളുപ്പാക്കി, വെളുപ്പ് പിന്നെ കറുപ്പാക്കി. നീ ചേർത്ത കനകമെല്ലാം നിൻ ഖബറിൽ കടന്നിടുമോ? തൽക്കാല ദുനിയാവ്. തൽക്കാലം 60 വയസ്സുള്ള ആളുകൾ കൂട്ടത്തില്ലേ? 50 വയസ്സുള്ളവരും ഇല്ലേ? 70 ഇല്ലേ? ബഹുമാനപ്പെട്ട സുലൈമാ മുസ്ലിയാർ, പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയാം, കോഴിക്കോട് സുലൈമാ മുസ്ലിയാർ ഇങ്ങനെ പോകുന്ന സമയത്ത് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. സുലൈമാ മുസ്ലിയാരെ സോപ്പ് മേടിച്ചോനും മേടിക്കാത്തോനും കുടുങ്ങിയെന്ന് പറയുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? മൂപ്പര് കുട്ടികളിങ്ങനെ കളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പാടിയൊരു പാട്ടുണ്ട്. ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, കളിക്കാനുണ്ടൊരു കളിക്കാനുണ്ട് കളി. മരണം എന്നൊരു കളിയുണ്ട്, ഖബറെന്നുള്ളൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, ഇങ്ങനെ കളികൾ പലതുണ്ട്. അതാണ് കളി.